ഇതിപ്പോൾ എൻ്റെ ഒരു കരിങ്കോഴിയാണ്. അപ്പം കരിങ്കോഴിയെക്കുറിച്ച് പറയാനായിട്ടല്ല ഞാൻ വന്നത്. കരിങ്കോഴിയെ കണ്ടാൽ നമുക്ക് എങ്ങനെ മനസ്സിലാകാം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ഞാൻ പറയാമെന്ന് മാത്രം. അപ്പം കരിങ്കോഴി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സർവ്വം അതിൻ്റെ പൂവ്, കണ്ണ്, അതിൻ്റെ ചുണ്ട്, കാലുകൾ എല്ലാം നല്ല കറുപ്പായിരിക്കും. അതിൻ്റെ മാംസം നോക്കുകയെന്നുണ്ടെങ്കിൽ അതും നല്ല കറുപ്പാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കൈരളി കോഴിയൊക്കെ വാങ്ങിയിട്ട് അതാണ് കരിങ്കോഴി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമല്ലോ. അതോ ചട്ടമ്പി നമ്മളെ കൊണ്ടിട്ടിട്ട് വരാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേരെങ്കിലും കോഴി വളർത്തലൊക്കെ നടത്തുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അവർ പല അസുഖങ്ങളെക്കുറിച്ചും ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടായിരിക്കും. ഇന്നത്തെ നമ്മുടെ കോഴികളുടെ അസുഖം എന്ന് പറഞ്ഞാൽ വെള്ള കഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനുള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ 1-2 വീഡിയോകൾ നമ്മൾ കോഴിയുടെ വീഡിയോ ആണ് കാണിച്ചത്. അതുപോലെ അസോളയുടെ വീഡിയോയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കോഴിയുടെ വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ കുറേ പേർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, കോഴിയുടെ വീഡിയോ. ഇപ്പം എനിക്ക് മനസ്സിലായത് പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ കോഴി വളർത്തലും എല്ലാവരും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം അതും പ്രകാരമാണ് ഞാൻ ഇനി അടുത്തൊരു വീഡിയോ കൂടെ കാണിക്കാമെന്ന് കരുതിയത്. കോഴി വളർത്തുമ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് കോഴി വളർത്തുമ്പോൾ അവരുടെ തീറ്റ കാര്യങ്ങളും, അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവരുടെ അസുഖങ്ങളും അതിനുള്ള പ്രതിവിധിയാണ് കാണിച്ചത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണ് കോഴികൾ വെള്ള കഷ്ടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി മാറി നിൽക്കുന്നു, ആഹാരം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ അരിപ്പൊടിക്കകത്ത് ശർക്കര കലക്കി ഒഴിച്ച മാതിരി അങ്ങനെയും കാഷ്ടിച്ച് വെക്കാറുണ്ട് അല്ലേ. അപ്പം 2-3 രീതിയിൽ കാഷ്ടിച്ച് വെക്കാറുണ്ട്. നല്ല ടൈറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ആദ്യം പറഞ്ഞ 2 രീതിയിൽ കാഷ്ടിക്കുക എന്നുണ്ടെങ്കിൽ അതിന് വയറ്റിന് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം മനുഷ്യർക്കാണെന്നുണ്ടെങ്കിലും വയറ്റിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, ഗ്യാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ദഹനത്തിനുണ്ടാകുന്ന പ്രയാസം കൊണ്ടും നമുക്ക് ലൂസ് മോഷന്, അതുപോലെ വയറുകടി അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. വയറ്റിന് വേദന, ഗ്യാസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അപ്പം അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ പട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വയറ്റിന് അസുഖങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ നമ്മൾ അഴിച്ചു വിടുമ്പോൾ പറമ്പിൽ പോയിട്ട് അവർക്ക് വേണ്ടതായ പച്ചപ്പുല്ലുകളൊക്കെ അവർ കഴിക്കാറുണ്ട്. ഇപ്പം തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടതായ പച്ചപ്പുല്ലുകളൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ അവരുടെ വയറ്റിൻ്റെ അസുഖങ്ങളൊക്കെ കുറേ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾക്ക് വരുന്നതായ വയറ്റിൻ്റെ അസുഖങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ളതായ പല കാര്യങ്ങളും നാട്ടുവൈദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ. ഇപ്പം കൂവപ്പൊടി ഉണ്ടെങ്കിൽ അത് കാച്ചി കുടിക്കും. ജാതിക്ക ഉണ്ടെങ്കിൽ ജാതിക്ക ഏറ്റവും നല്ലതാണ്. അത് വയറുകടിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അത് പൊടിച്ച് തേനകത്ത് ചാലിച്ച് കഴിക്കുന്നത്. അതുപോലെ കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ കഞ്ഞിവെള്ളത്തിൽ ഉപ്പൊഴിച്ച് കുടിക്കും. അതുപോലെ മോരും വെള്ളം കുടിക്കും. അങ്ങനെ പല പല കൊച്ചു കൊച്ചു വിദ്യകളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. ഇതൊന്നും ഏറ്റില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ കോഴികൾക്കും നമുക്ക് ഇങ്ങനെയുള്ളതായ കൊച്ചു കൊച്ചു മരുന്നുകളൊക്കെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന മരുന്നുകളൊക്കെ നമ്മൾ ആദ്യം കൊടുത്തു നോക്കുക. ഇത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെറ്റിനറി മെഡിക്കൽ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് പറഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞാൽ മരുന്നുകൾ കിട്ടും. അതുപോലെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചാൽ അല്ലെങ്കിൽ വിവരം പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് മരുന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വെള്ള കാഷ്ടിക്കുന്നതിനുള്ളതായ പ്രതിവിധിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പം വെള്ള കാഷ്ടിക്കുന്ന കോഴികൾക്ക് ഇപ്പം തുടക്കത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ കൂട്ടിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു നിരീക്ഷണം വേണം. അവരുടെ തീറ്റ പാത്രങ്ങൾ, അതേപോലെ തന്നെ വെള്ളം കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല നീറ്റായിരിക്കണം. പാത്രത്തിലൊഴിച്ച് വെള്ളം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ കോഴികളുടെ ഒരു സോക്കേടെന്ന് പറഞ്ഞാൽ അത് വെള്ളം കുടിച്ചിട്ട് അതിനകത്ത് അപ്പി ഇട്ടിട്ട് പോയി അതിനകത്ത് കാലിട്ട് ചവിട്ടി ആകെ കുളമാക്കി വെക്കുന്നതാണ് ഈ കോഴിയും താറാവും ഒക്കെ. അപ്പം അവരുടെ വെള്ളമൊക്കെ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കാഷ്ടിച്ച് വെക്കുന്നതായ വെള്ളം പിന്നെ അവർ കുടിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക, ഈ കാഷ്ടിക്കുന്ന വെള്ളം പിന്നെ അവർ കുടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നതായ അസുഖങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും അവരുടെ പാത്രങ്ങൾ ക്ലീനാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ദിവസം ഒരു 3 നേരമെങ്കിലും വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 3 നേരം കൊടുത്തില്ലെങ്കിൽ ഒരു 2 നേരമെങ്കിലും അവരുടെ പാത്രങ്ങളൊന്ന് വൃത്തിയാക്കിയിട്ട് അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അവരുടെ കഴിക്കുന്നതായ പാത്രങ്ങളും നമ്മൾ കഴുകിയിട്ട് അടുത്ത ആഹാരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് നിന്നൊക്കെ ഈ ആഹാരം ഒക്കെ അടിഞ്ഞുകൂടി ഇരുന്നിട്ട് അണുബാധയൊക്കെ ഉണ്ടായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് അവർക്ക് വയറ്റിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തുമ്മൽ, പനി എന്നുവേണ്ട സർവ്വ അസുഖങ്ങളും ഉണ്ടായിട്ട് കോഴികൾ ചത്തുപോകാനായിട്ട് ഇടയുണ്ട്. നോർമൽ രീതിയിൽ കോഴികളെ കാഷ്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉലുവ, നമ്മുടെ വീട്ടിൽ നമ്മൾ ആഹാരത്തിന് ഉപയോഗിക്കുന്നതായ ഉലുവ 1 സ്പൂൺ എടുത്തിട്ട് നല്ലതുപോലെ വറുത്ത് പൊടിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊടി ചേർക്കുക. അതും 2-3 സ്പൂൺ തൈര്, അത് നമ്മുടെ കോഴികളുടെ എണ്ണത്തിനനുസരിച്ച് വേണം
എടുക്കാനായിട്ട് അതും കൂടെ നല്ലതുപോലെ ചാലിച്ചിട്ട് നമ്മുടെ കോഴിയുടെ വായിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ മരുന്നൊക്കെ കോഴിയുടെ വാ തുറക്കുന്നതും അതിന് മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നതായ രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ രാവിലെയും വൈകുന്നേരവും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കോഴികൾക്ക് ധാരാളം വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ മോരും വെള്ളം വേണമെങ്കിൽ കൊടുക്കാം. അതൊക്കെ ക്ഷീണം തീർക്കാൻ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അവരിങ്ങനെ വാടി തളർന്ന് അവരുടെ വെയിറ്റൊക്കെ പോയിട്ട് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ കോഴിയുടെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ട് വെറും വെയിറ്റ്ലെസ്സായിട്ട് അവർ എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ വയറ്റിൻ്റെ അസുഖം വരുമ്പോൾ നമ്മൾ ഇഞ്ചി നീര്, ഒരുപാട് ഇഞ്ചി നീര് കുടിക്കുന്നതല്ല, ഇഞ്ചി നീര് തേനത്തൊക്കെ ഒഴിച്ച് നമ്മൾ ചാലിച്ച് കുടിക്കാറുണ്ട്. അതുപോലെ ഇച്ചിരി ഇഞ്ചി നീര് കോഴിക്ക് കൊടുക്കാം. അതിപ്പം ആഹാരത്തിനകത്ത് ഇളക്കി കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വായിൽ ഇറ്റിച്ച് കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കോഴിക്ക് കൊടുക്കാവുന്ന പച്ചിലകളാണ് ഇത് നമ്മുടെ പനിക്കൂർക്ക ഇല, അതുപോലെ തന്നെ തുളസിയുടെ ഇല. ഈ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ കീഴാർനെല്ലിയുടെ ഇലയാണ് കേട്ടോ. ഇത് നമ്മുടെ മഞ്ഞപ്പിത്തത്തിനൊക്കെ നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. കീഴാർനെല്ലിയൊക്കെ അരച്ച് ഉരുട്ടിയൊക്കെ പണ്ടൊക്കെ മഞ്ഞപ്പിത്തത്തിന് കഴിക്കുമായിരുന്നു. ഇപ്പോഴും കഴിക്കും. ഇതൊക്കെ ഏറ്റവും നല്ല പച്ചില മരുന്നുകളാണ് കേട്ടോ അതൊക്കെ. ഇതെല്ലാം കൂടെ നമ്മൾ ഈ 3 ഇലയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വെളുത്തുള്ളി, സ്വല്പം പച്ചമഞ്ഞൾ, അതുപോലെ 5-6 കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അരച്ച് നമ്മൾ കോഴിക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കോഴിക്ക് ഒന്നേ ഉരുട്ടി വായിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാറായിട്ട് അതിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അധികം വരുന്നത് അതിൻ്റെ ആഹാരത്തിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആഹാരം കൊടുക്കുന്ന രീതിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പച്ചമരുന്നുകളൊക്കെ നമ്മൾ ഒരുമിച്ച് കൊടുത്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ നമ്മൾ അടുത്ത പ്രിക്കോഷനിലോട്ട് നമ്മൾ പോയാൽ മതി. കോഴി വളർത്തലൊക്കെ ഇഷ്ടത്തോടെ ചെയ്യുക. ഇഷ്ടമില്ലാതെ കോഴിയെ വളർത്തിയാൽ ഇങ്ങനെ പലവിധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം ക്ഷമയും ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം എല്ലാവരും ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ അസോളയെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അസോള കോഴിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പായൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. നമുക്ക് ഈസി ആയിട്ട് അതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ അസോളയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഇരിക്കാൻ വയ്യാത്ത കോളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വാട്സപ്പിനകത്ത് മെസ്സേജ് മാത്രം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും കുറേ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അസോള വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ കോഴിയെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചും കുറേ പേര് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കോഴികളെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച കുറച്ച് കോഴികളെ കാണിച്ചു എന്ന് മാത്രം. അപ്പം അസോള കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഒരു 150-200 പേരോളം അസോള ചോദിച്ചിരിക്കുകയാണ്. അപ്പം ഉള്ളത് നമ്മുടെ എല്ലാവർക്കും കൊടുത്ത് ഇപ്പം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പം 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അസോള എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ കലവറയാണ്. കോഴികൾക്ക് ഏറ്റവും നല്ലതാണ്. കോഴികൾക്ക് മാത്രമല്ല, താറാവിനും അതേപോലെ തന്നെ മത്സ്യ വളർത്തൽ നടത്തുന്നവർക്കും അതേപോലെ കന്നുകാലികൾ ഉള്ളവർക്കും ഒക്കെ ഇത് അസോള കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഭക്ഷണ ചെലവിൻ്റെ ചിലവ് വളരെ കുറഞ്ഞു കിട്ടാനും നല്ല ഉൽപ്പാദനം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് അസോള എന്ന് പറയുന്നത്. അപ്പം ഇനി എന്താണ് പറയുക, അപ്പം കോഴിയെക്കുറിച്ച് ഏകദേശം ഒരുമാതിരിയൊക്കെ അറിവുകൾ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അസുഖത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, മിനി ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ, കാണാനില്ലല്ലോ എന്ന്. ഇപ്പം ഞാനിവിടെയൊക്കെ ഉണ്ട്. എൻ്റെ ജോലികൾ ഞാനിങ്ങനെ കൃത്യനിഷ്ഠയോട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കാണാത്തതായിരിക്കാം. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.